പഞ്ചായത്ത് സെക്രട്ടറി എന്ന് വെച്ചാൽ ആരെന്നാണ് നിന്റെ വിചാരം? പോരാത്തതിന് ഒന്നാം തരം നായർ തറവാട്ടുകാരും. ദൈവമായിട്ടാ ആ സെക്രട്ടറിക്ക് ഇവളോട് സ്നേഹം തോന്നിപ്പിച്ചത്. ഓ അത് ശരി. അപ്പൊ അതാണ് കാര്യം. അമ്മ ഒരു ദോശ. എനിക്ക് ആ കാള വാല പൊക്കുന്നത് കണ്ടപ്പോഴേ തോന്നിയതാ. വായ നോക്കി. എന്താടി അവനൊരു കുറവ്? ഏയ് ഒരു കുറവുമില്ല, കൂടുതലേ ഉള്ളൂ. ഒരു എല്ല്, അത് ഞാനായിട്ട് തീർത്ത് കൊടുത്തോളാം. പിന്നെ നീ ആരെ കാത്തിരിക്കുക? ആ ജയിലിൽ കിടന്ന തെണ്ടിയോ? അതെങ്ങാനുമാണ് മനസ്സിലിപ്പെങ്കിലേ എന്റെ സ്വഭാവം മാറും. പോളി തയ്യാറാണെങ്കിൽ അവന്റെ കൂടെ ജീവിക്കാൻ തന്നെ എന്റെ തീരുമാനം. കൊന്നുകളെ ഞാൻ. അയൽവക്കത്തൊക്കെ ആളുകളുള്ളതാ. ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഇല്ലാതാക്കാനും എനിക്കറിയാം. ഇങ്ങ് വന്നാ മതി ഇല്ലാതാക്കാൻ. SI തല്ലേ വകുപ്പ് വേറെയാ. അച്ഛനിരുന്ന് അഴിയണ്ണും പറഞ്ഞേക്കാം. ഈശ്വര, ഏതും നേരത്താണോ അല്ല ഇവളെ SI ആക്കാൻ തോന്നിയത്? അമ്മേ, ദാ ഈ കാളെ പിടിച്ചൊന്ന് പുറത്താക്കിയേ, അല്ലെങ്കിൽ ഇവിടെ ആകെ ചാണകെട്ട് നാറ്റിക്കും. പശുവാണല്ലോ, തൗ മിൽമാക്കവറുണ്ട്. അപ്പൊ പിന്നെ കാളയാണെന്ന് പറഞ്ഞതോ? ആയിരിക്കില്ല. ആണെങ്കിൽ തന്നെ ചാണകം വിടണ്ട, അല്ലെങ്കിൽ തന്നെ നാറ്റ കേസാ. കാളേ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന തങ്കപ്പനെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരാളെ അവിടെ ആർക്കും അറിയില്ല എന്നാ പറയണേ. അപ്പോ ജാമ്യം കിട്ടില്ലേ? ഉറപ്പ് പറയാൻ പറ്റില്ല. വക്കീലിന്റെ മെടുക്ക് പോലെ ഇരിക്കും. നാളെ ബക്കറിന്റെ പെങ്ങളുടെ കല്യാണ. എന്തെങ്കിലും ജാമ്യം കിട്ടിയില്ലെങ്കിൽ സെയ്താലിക്ക് എന്നെ വന്ന് കണ്ടിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകാം എന്ന ഉറപ്പിന്മേലും പോലീസ് സ്റ്റേഷൻ പരിധി വിട്ട് പുറത്തു പോകരുത് എന്നും നിഷ്കർഷിച്ച് 2 ആൾ ജാമ്യത്തിൽ 2 പ്രതികൾക്കും ഈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അമ്മ വീട്ടിലുണ്ട്. നീ വാ. എന്നാ നിങ്ങൾ പോയിക്കോ. എനിക്ക് 1-2 കേസുകൾ കൂടി വിളിക്കാനുണ്ട്. അശ്വതി, താങ്ക്സ്. നമ്മൾ തമ്മിൽ എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? നീ വീട്ടിലേക്ക് ചെല്ല്. അമ്മ ആകെ ടെൻഷനിലായിരിക്കും. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.